വഖഫ് ഭേദഗതി ബിൽ നരേന്ദ്രമോദി സർക്കാർ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. വഖഫ് നിയമം ഭേദഗതി ചെയ്യുന്നതിന് മുമ്പ് സർക്കാർ വിവിധ മുസ്ലിം സംഘടനകളുമായും വഖഫ് ബോർഡ് അംഗങ്ങളുമായും ചർച്ച നടത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. PTI റിപ്പോർട്ട് പ്രകാരം സർക്കാർ ബിൽ ആദ്യം ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച ചർച്ചയ്ക്ക് ശേഷം രാജ്യസഭയിൽ അവതരിപ്പിക്കും. എന്നാൽ ഈ ബിൽ ആദ്യം സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. വഖഫ് ബിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അയച്ചാൽ ഈ സമ്മേളനത്തിൽ ബിൽ പാസാക്കാനുള്ള സാധ്യതയും നഷ്ടപ്പെടും. 2010 വഖഫ് നിയമം അവസാനമായി ഭേദഗതി ചെയ്തത്. ആ ഭേദഗതിയിലൂടെയാണ് വഖഫ് ബോർഡ് ചെയർമാനെ നീക്കം ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചത്. വഖഫ് നിയമത്തിന്റെ മറവിൽ രാജ്യത്ത് ലാൻഡ് ജിഹാദ് നടക്കുന്നുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് വഖഫ് ബിൽ കൊണ്ടുവരുന്നത്. ബിൽ അവതരിപ്പിക്കുന്നതോടെ വഖഫ് ബോർഡിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വർദ്ധിക്കും. വഖഫ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നടന്ന ചർച്ചകൾ പ്രകാരം ബില്ലിൽ 40ഓളം മാറ്റങ്ങൾ സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് സൂചന. ഈ നിർദ്ദേശങ്ങളിലൂടെ വഖഫ് നിയമത്തിലെ 9, 14 വകുപ്പുകളിൽ ഭേദഗതിക്ക് സാധ്യതയുണ്ട്. പാർലമെന്റിൽ നിന്നുള്ള ഭേദഗതിക്ക് ശേഷം വഖഫിന്റെ ഘടനയും അധികാര രീതികളും മാറും. ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയ ശേഷം വഖഫിന്റെ ഉന്നതാധികാര സമിതിയിൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്നത് നിർബന്ധമാക്കും. കൂടാതെ ഏതെങ്കിലും ഭൂമി വഖഫ് ഭൂമിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അത് ബോർഡ് പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ 30 വഖഫ് ബോർഡുകളാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. എന്നാൽ റവന്യൂ നിയമങ്ങൾ പാലിച്ച് സ്വത്തുകൾ വഖഫിലേക്ക് മാറ്റാനാകുമെന്ന നിർദ്ദേശം സംശയാസ്പദമാണ് എന്ന് പറഞ്ഞുകൊണ്ടും വഖഫ് ഭേദഗതി ബിൽ വഖഫിന്റെ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുന്നതാണെന്ന് പറഞ്ഞുകൊണ്ടും കാന്തപുരം അബൂബക്കറും രംഗത്ത് വന്നു. വഖഫ് നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേന്ദ്രത്തിന്റെ വഖഫ് ബോർഡിനെ ഇല്ലാതാക്കുന്ന നീക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വഖഫ് എന്ന ഇസ്ലാമിക ആശയത്തെ റദ്ദ് ചെയ്യുന്നതും അതിന്റെ ലക്ഷ്യത്തെ തന്നെ അട്ടിമറിക്കുന്നതുമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമമെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എന്നാൽ വഖഫ് ഭേദഗതി ബില്ലിന് പൂർണ്ണ പിന്തുണ അറിയിച്ചെത്തിയിരിക്കുകയാണ് സൂഫി സംഘടനകൾ. വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നത് നല്ലതിനാണെന്ന നിലപാടാണ് ഇവർക്കുമുള്ളത്. ലോക്സഭയിൽ അവതരിപ്പിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിന് പിന്തുണ അറിയിച്ചാണ് സൂഫി സംഘടനകൾ രംഗത്തെത്തിയത്. സൂഫി സംഘടനയായ ഓൾ ഇന്ത്യ സൂഫി സജനാഷിൻ കൗൺസിലാണ് വഖഫ് ബില്ലിനെ പിന്തുണച്ച് രംഗത്തെത്തിയത്. വഖഫ് ബോർഡിനെ നിയന്ത്രിക്കുന്നതിന് പ്രത്യേക നിയമങ്ങളോ കമ്മിറ്റിയോ വരുന്നത് പ്രയോജനകരമാണെന്നും സൂഫി കൗൺസിൽ പ്രതിനിധി പറയുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, ന്യൂനപക്ഷ കാര്യമന്ത്രി കിരൺ റിജിജു എന്നിവരെയെല്ലാം സന്ദർശിച്ച് സംഘം ബില്ലിന് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പുതിയ ബില്ലിൽ പരാമർശവുമുണ്ട്. പുതിയ ബില്ല് എക്കാലത്തും സഹായകരമാണെന്നാണ് ഓൾ ഇന്ത്യ സൂഫി നൌഷിൻ കൗൺസിൽ ചെയർമാൻ സയ്യിദ് നസറുദ്ദീൻ പറയുന്നത്. ജനങ്ങൾ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സർക്കാർ ബില്ല് അവതരിപ്പിക്കുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വഖഫിന്റെ തീരുമാനം സമൂഹത്തിന്റെ പുരോഗതിക്കായി വിനിയോഗിക്കണം. ബില്ല് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് എതിർക്കുകയും ചെയ്യുന്നതിന് പകരം ബില്ലിനെ നന്നായി പഠിക്കണമെന്നാണ് സൂഫി നേതാവിന്റെ പക്ഷം. വഖഫ് ബോർഡിനുള്ളിൽ നിരവധി അഴിമതികൾ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ജനങ്ങളുടെ ഉന്നമനത്തിനായാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. എല്ലാവരുടെയും താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ബില്ലായിരിക്കും ഇതെന്ന് ഉറപ്പുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. കേന്ദ്ര വഖഫ് കൗൺസിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.